നമസ്കാരം. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സർവേകളിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപിനേക്കാൾ തുടക്കത്തിൽ മുൻതൂക്കം കമല ഹാരിസിന്. ബൈഡന്റെ പിന്മാറ്റത്തോടെയാണ് കമല സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നത്. ഔദ്യോഗികമായി കമല ഹാരിസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഡെമോക്രാറ്റുകൾക്കിടയിൽ മുൻതൂക്കം കമലയ്ക്ക് തന്നെയാണ്. ബൈഡനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ട്രംപ് അനായാസം വിജയിച്ചു കയറുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കമലയുടെ എൻട്രിയോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ബന്ധപ്പെട്ട് നടന്ന സർവേയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപിനേക്കാളും മുൻതൂക്കം വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനാണ്. US പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിനു ശേഷം നടത്തിയ ആദ്യ സർവേയിലാണ് കമല ഹാരിസിന് മുൻതൂക്കമുണ്ടായത്. റോയിട്ടേഴ്സ് ഇപ്സോസ് സർവേ പ്രകാരം കമല ഹാരിസിന് 44% വോട്ടുകളും ട്രംപിന് 42% വോട്ടുകളും ലഭിച്ചു. ബൈഡൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച 2 ദിവസത്തിനകം നടത്തിയ സർവേയുടെ ഫലങ്ങളാണ് റോയിട്ടേഴ്സ് പുറത്തുവിട്ടത്. മുമ്പ് നടത്തിയ സർവേയിൽ 44% വോട്ടോടെ ട്രംപും കമല ഹാരിസും ഒപ്പത്തിനൊപ്പമായിരുന്നു. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനുള്ള പിന്തുണ ലഭിച്ചതായി US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് അറിയിച്ചിരുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക നാമനിർദ്ദേശം ഉടൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതായും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ തിരികെ കൊണ്ടുപോകാനാണ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്നും കമല ഹാരിസ് കൂട്ടിച്ചേർത്തു. പ്രസ്താവനയുടെ പകർപ്പ് അവർ എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ട്രംപിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് കമല ഹാരിസ് നടത്തുന്നത്. ഡെലവെയറിലെ വിൽമിംഗ്ടണിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യവെയാണ് കമല ഹാരിസ് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ട്രംപിന്റെ പ്രോജക്ട് 2025 എന്ന പ്രകടന പത്രിക രാജ്യത്തെ ഇടത്തരം കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത തകർക്കുമെന്നും കോർപ്പറേറ്റുകൾക്കും അതിസമ്പന്നർക്കും വൻ നികുതി ഇളവ് നൽകുകയും തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്ത പാളിയ നയങ്ങൾ തിരികെ കൊണ്ടുവരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 7-നാണ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ജോ ബൈഡൻ പിന്മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രചാരക ടീം തന്നെയാണ് കമല ഹാരിസിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. അതേസമയം US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും നാടകീയമായാണ് ജോ ബൈഡൻ പിന്മാറിയതിനു ശേഷമുള്ള ആദ്യ 24 മണിക്കൂറിൽ നിയുക്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസിന്റെ പ്രചാരണത്തിന് $81 മില്യൺ സംഭാവന ലഭിച്ചതായി ഡെമോക്രാറ്റിക് പ്രചാരണ വിഭാഗം അറിയിച്ചിരുന്നു. കമല ഹാരിസിന് പിന്നിൽ ഒരു അടിത്തറയുണ്ട്. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ ഭയപ്പെടുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഭിന്നിപ്പിനും ജനവിരുദ്ധവുമായ അജണ്ടയ്ക്കും അമേരിക്കൻ ജനതയുടെ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കാൻ കഴിയില്ലെന്ന് കമല ഹാരിസിന്റെ പ്രചാരണ വിഭാഗം വക്താവ് കെവിൻ മുനോസ് പറഞ്ഞിരുന്നു. അടുത്ത മാസം നടക്കുന്ന ഡെമോക്രാറ്റിക് കൺവെൻഷൻ പ്രതിനിധികളുടെ വോട്ട് കമല ഹാരിസിന് അത്യാവശ്യമാണ്. കഴിഞ്ഞ മാസം റിപ്പബ്ലിക്കൻ എതിരാളി ഡൊണാൾഡ് ട്രംപിനെതിരെ നടത്തിയ ഡിബേറ്റിന് ശേഷം മറ്റ് ഡെമോക്രാറ്റ് നേതാക്കളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഹാരിസിനെ നോമിനേറ്റ് ചെയ്യാൻ ജോ ബൈഡൻ തീരുമാനിച്ചത്. നേരത്തെ ട്രംപുമായുള്ള സംവാദത്തിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പിന്തുണ മാത്രമല്ല സംഭാവനയിലും വലിയ ഇടിവുണ്ടായിരുന്നു. ചെറിയ തുക പോലും സംഭാവന നൽകുന്നവരിൽ കുറവുണ്ടാകാൻ ട്രംപ് ബൈഡൻ സംവാദം കാരണമായിരുന്നു. തിരഞ്ഞെടുപ്പിന് 4 മാസം ശേഷിക്കെയാണ് ബൈഡൻ അപ്രതീക്ഷിതമായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നത്. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ, മുൻ സ്പീക്കർ നാൻസി പെലോസി, സെനറ്റ് നേതാവ് ചക് ഷൂമർ തുടങ്ങിയവർ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. നന്ദി.